ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണം, ഞാൻ അടിപൊളിയായിരിക്കണം. ഈ കാണുന്നൊക്കെ മുന്തിരിത്തോട്ടങ്ങളാണ് കേട്ടോ. ഈ ഒരു സീസണിലാട്ടോ ഇവിടെ മുന്തിരി കൃഷി ചെയ്യാറുള്ള. നമ്മളിരിക്കുന്ന സ്ഥലത്ത് കറക്റ്റ് 1.5 മണിക്കൂർ ട്രാവൽ ചെയ്താലേ നമുക്ക് KFC പോലും തിന്നാൻ പറ്റുള്ള ഒരു അവസ്ഥയാണ്. ശരിയല്ലേ, ജീവിതത്തിലെ സന്തോഷങ്ങൾ മാത്രമല്ലല്ലോ പങ്കുവെക്കുക, നമ്മുടെ സങ്കടങ്ങളും പങ്കുവെക്കാനുള്ളതാണല്ലേ. ഞങ്ങളൊരു കോംബോ ആയിട്ടാട്ടോ ഓർഡർ ചെയ്തത്. ഫ്രഞ്ച് ഫ്രൈസ് 2 പേര് ഫ്രൈഡ് ചിക്കൻ അങ്ങനെയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണില്ല എന്നൊരു അവസ്ഥയായിരുന്നു കേട്ടോ. കാരണം അധികം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. വന്നപ്പോൾ KFC കഴിക്കാലോ എന്നുള്ള കൊതിയിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. ഇന്ന് നമ്മളിൽ KFC കഴിക്കാത്തവരായിട്ട് ആരുമില്ല അല്ലെ. എന്നാൽ അതിന് പുറകിൽ ഒരു പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള ഒരാളുടെ കഥയുണ്ട്. അസാമാന്യ നിശ്ചയദാർഢ്യത്തിന്റെ കഥ. 1930കളിൽ അമേരിക്കയിലെ കെൻറ്റക്കിൽ ഹാർലാൻ സാൻഡേഴ്സ് എന്നൊരാൾക്ക് ഒരു ചെറിയ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹം തന്നെ രഹസ്യ പാചകോടുകൂടിയ ചിക്കൻ വിറ്റിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പാചക രീതിക്ക് വലിയ ശ്രദ്ധയൊന്നും കിട്ടിയില്ല. സാൻഡേഴ്സിന് 60 വയസ്സിന് മുകളിലായപ്പോൾ ജീവിതം അദ്ദേഹത്തെ കടക്കണിയില്ല. പലരും പറഞ്ഞു ഇതൊന്നും നടക്കില്ല, നിങ്ങൾക്ക് വയസ്സായി. എന്നാൽ അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. തനിക്ക് പ്രായമായിരുന്നു കരുതി സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുവാൻ അദ്ദേഹം ഒരുക്കവുമായിരുന്നില്ല. തന്റെ ചിക്കൻ പാചക കൂട്ട് റെസ്റ്റോറന്റുകാർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അലഞ്ഞു. എന്നാൽ ഒരുപാട് വാതിലുകൾ അദ്ദേഹത്തിന് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടു. എങ്കിലും തളർന്നില്ല. ഓരോ നോയും അദ്ദേഹത്തെ കൂടുതൽ ദൃഢമാക്കി. ഒടുവിൽ ഒരു റെസ്റ്റോറന്റ് ഉടമ അദ്ദേഹത്തിന്റെ ചിക്കൻ പരീക്ഷിക്കാൻ തയ്യാറായി. അതായിരുന്നു തുടക്കം. ഇന്ന് ലോകത്തുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രിയപ്പെട്ടതാണല്ലോ KFC. എനിക്ക് അങ്ങനെ ഞങ്ങൾ KFCയും പെപ്സിയൊക്കെ കുടിച്ച് മനസ്സും വയറൊക്കെ നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ബിൽഡിങ്ങിന് മേലെ ഒരു കിറ്റിൽ ഓരോ സാധനം. അപ്പൊ ഞാൻ ചിറ്റനോട് ചോദിച്ചാൽ എന്താ സാധനം. അപ്പോഴേ ചുറ്റു പറഞ്ഞത് ടാങ്ക് ആണ് കേട്ടോ. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ വിചാരിച്ചു അതെന്തോ ചായക്കടയുടെ മേലെ അഡ്വർടൈസ്മെന്റിന് വേണ്ടി വെച്ചതാണെന്നൊക്കെ എന്റെ തലയിൽ അങ്ങനെയൊക്കെ തോന്നുമല്ലോ. ഞാൻ ചുറ്റും കൂടെ ഒരു സൺസെറ്റ് ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേ പോകുന്ന ഒരു അമ്മമ്മ. ഇവിടുത്തെ ആൾക്കാരെ ഞാൻ കൂടുതലും കണ്ടപ്പോൾ ഇങ്ങനെ കണ്ണാടി നോക്കി അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ ഡ്രസ്സിംഗ് സ്റ്റൈൽ അങ്ങനെയാ തോന്നുന്നു. ഒരു മൂക്കുത്തി കാണാൻ നല്ല രസമല്ലേ. മൂക്കുത്തി ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ഉള്ളൂ. ഹാർലാൻ സാൻഡേഴ്സിന്റെ കഥ കൊണ്ട് നമുക്ക് എന്താ മനസ്സിലായി? പ്രായം ഒരു തടസ്സമല്ല. സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്തു ഒരു നാൾ നമ്മുടെ സ്വന്തം സഫലമാകും. അപ്പൊ അത്രയൊക്കെയുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ. ടേക്ക് കെയർ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.